ചിന്താപ്രഭാതം. നോക്കൂ, ജീവിതം എത്ര ഹ്രസ്വമാണ്. ഇന്നലെ നമ്മോടൊപ്പം ഉണ്ടായിരുന്നവരിൽ ചിലരെങ്കിലും ഇന്ന് നമ്മോടൊപ്പമില്ല. അപ്പോൾ എന്തിനാണ് എന്തിന്റെ പേരിലായാലും മനസ്സിൽ അവരിനോട് ശത്രുതയും വിദ്വേഷവും വെച്ചു പുലർത്തുന്നത്? സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിത്യമായ ശത്രുതയിലേക്ക് എത്തിക്കുമ്പോൾ തളർന്നു പോകുന്നത് എത്രയോ നല്ല ബന്ധങ്ങളാണ്. ശത്രുവാണെങ്കിൽ പോലും വീട്ടിൽ വന്നാൽ വേണ്ട പോലെ സൽക്കരിക്കണം. മുറിക്കുവാൻ സമീപിക്കുന്നവന്റെ അടുക്കൽ നിന്ന് പോലും വൃക്ഷം തണലിനെ പിൻവലിക്കുന്നില്ല. വിദ്വേഷങ്ങളെ മനസ്സിൽ സൂക്ഷിക്കാതെ കഴിയുന്നത്ര സ്നേഹത്തോടും സന്തോഷത്തോടും എല്ലാവരോടും ഇടപഴകുക. ഒരു വാക്കും മിണ്ടാതിരുന്നിട്ടോ ഒരു പ്രവൃത്തി ചെയ്യാതിരുന്നിട്ടോ ഒരു തെറ്റിൽ നിന്ന് നമ്മൾ പിന്മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. തെറ്റിലൂടെ ജീവിക്കാൻ എളുപ്പമാണ്, തെറ്റാതെ ജീവിക്കാനാണ് പ്രയാസം. അതേ കൂട്ടുകാരെ, കഴിവതും സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ഈ കൊച്ചു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ. ഒത്തിരി ഇഷ്ടത്തോടെ ശുഭദിനാശംസകൾ. രചന ബേബി മാത്യു അടിമാലി. ശബ്ദം നിഷ സിൻസിയർ.